നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ ആരോ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ താഴെ വീഴുന്നു? ശരിയാണ്, ആരോ ഇവിടെ ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നത്? നിങ്ങളാണോ ഇത് തള്ളിയിട്ട്? ഈ പട്ടാപ്പകല് തന്നെ വേണോ ഇതൊക്കെ? രാത്രിയിലായിരുന്നെങ്കിലേ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടിയാന്. ഞങ്ങളെ ഇത് തള്ളിയിട്ടേ നീ കണ്ടോ? ഈ ശബ്ദം കേട്ടോ ഞങ്ങൾ വന്നത്. ഈ ചെടിച്ചെടി തള്ളിയിട്ട് നിങ്ങളാണെന്നാ ഞങ്ങളുടെ സംശയം. ഓ, ഇപ്പൊ അങ്ങനെ ആയോ? ഞങ്ങളെ പീഡിപ്പിക്കാൻ നിങ്ങളത് ചെയ്തിട്ട് ആ കുറ്റം ഞങ്ങൾ തലയിടണ്ട. നിങ്ങൾ ചെയ്തിട്ട് ഡ്രാമ കളിക്കണം. നിങ്ങളാണല്ലോ ഫുൾ ഡ്രാമ. 5 സുന്ദരികളും 3 റോസസും തമ്മില് അടിയായ പിള്ളേരെ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ ചിലര് പട്ടാപ്പകലെ ആളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ആര്? ഇവളുമാരെ എന്നെ. ഞങ്ങളല്ല, ഇവരാ ഇവിടെയുള്ള എല്ലാവരെയും പേടിപ്പിക്കുന്നത്. ആരാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാടി. കാണാം. നിങ്ങൾ വഴക്കിടാതെ. പട്ടാപ്പകല് ഇവിടെ ആരോ നമ്മളെല്ലാം പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചു മുൻപേ വാർഡന്റെ റൂമിൽ ആരോ കസേര തട്ടിയിട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സും അപ്രത്യക്ഷമായി. അതെങ്ങനെയാ സംഭവിച്ചേ? എനിക്കറിയില്ല. ആ പേഴ്സ് ആരെടുത്തോണ്ട് പോയി? എന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? അത് വടനെ ഏൽപ്പിച്ചവർ തന്നെ ആയിരിക്കും എടുത്തോണ്ട് പോയത്. എന്നാലല്ലേ അവരുദ്ദേശിച്ച കാര്യം നടക്കും. ആ പേഴ്സ് തേടി നടന്നവര് അത് അടിച്ചു മാറ്റിയിട്ടാ ഈ പറയുന്ന. നിന്റെയൊക്കെ കള്ളക്കളികള് ഞങ്ങൾ തെളിയിച്ചു തരാടി. നിന്റെയൊക്കെ ഇവിടത്തെ കളികളും ഞങ്ങള് ശരിയാക്കി തരുന്നു. നമുക്ക് കാണാം. കാണാം. ഓ കാണാം. അതെ, ആ അനാക്കൊണ്ടയുടെ കളികള് നിങ്ങൾ നിർത്തിക്കണം. എന്നാലേ ഈ ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ചേട്ടത്തി, റീനമ്മ പുറത്തു പോയോ? മാഡം പോയിട്ടില്ല, യാത്ര ക്യാൻസൽ ചെയ്തു. മാം പുറത്തു പോവാതെ എങ്ങനെ അറിവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? അത് റിസ്കാ. അല്ല, ഇവിടെ ഒളിച്ചിരുന്ന ആരവെന്തിയെ? അവനാ ചട്ടുകാലുമായിട്ട് എങ്ങോട്ട് പോയി? ആരെങ്കിലും കണ്ട പ്രശ്നാവും. അതെ അതെ. നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോയി നോക്കവനെ. അങ്ങോട്ട് പോ. സർ, എടോ, ആ റോസ്മേരി ഹോസ്റ്റലിന്റെ വാർഡൻ വന്നായിരുന്നോ? ഇതുവരെ വന്നിട്ടില്ല സാർ. ഒരു തൊണ്ടി മുതലായിട്ട് അവരവിടെ എത്താന്ന് അറിയിച്ചാണല്ലോ. മറ്റാരുടെങ്കിലും കയ്യിൽ കൊടുത്തയച്ചാലും അറിയൂ? റോസ്മേരി ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ ആരും വന്നിട്ടില്ല സാർ. ഒരു തൊണ്ടി മുതലും ഹാജരാക്കിയിട്ടില്ല. ആ ഹോസ്റ്റലിൽ ഏതോ ഒരുത്തൻ മതിലയാടി അകത്ത് കയറിയെന്നാ പറയുന്നത്. ആ പേഴ്സും ATM കാർഡും കിട്ടിയാലേ അത് ആരാണെന്ന് അറിയാൻ കഴിയൂ. സാർ, അവൻ നമ്മൾ അന്വേഷിക്കുന്ന പ്രതിയാണ് സാർ. ആ പ്രതിയോ? ആ പ്രതി ഈ നഗരം വിട്ട് പോയിട്ടില്ലല്ലോ. ഒളിച്ചിരിക്കാനോ മറ്റോ മതിൽ ചാടിയാണെങ്കിലോ? ആരെങ്കിലും കണ്ടപ്പോ ഓടി രക്ഷപ്പെട്ടിരിക്കാം. ആ സമയത്ത് പേഴ്സ് നഷ്ടപ്പെട്ടതായി കൂടി. റൈറ്റ്. ഈ സമയത്ത് ഒരു പുൽക്കൊടി പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. വഴിയിൽ കിടന്ന് കിട്ടുന്ന ഒരു മുട്ടുസൂചി പോലും നമ്മളെ പ്രതിയിലേക്ക് എത്തിച്ചേക്കാം. താൻ ആ ഹോസ്റ്റലിലേക്ക് വിളിച്ചില്ലല്ലോ അല്ലേ? ഇല്ല സാർ. ACP ആണല്ലോ. ACPയോട് ഞാൻ ഇനി എന്ത് പറയും? ഹലോ സർ. ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് കളഞ്ഞു കിട്ടിയ ആ പേഴ്സും ATM കാർഡുമായിട്ട്
മാഡം വരൂന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഉടനെങ്ങാനും വരുമോ? അത് സർ, അത് പിന്നെ മാമിന് ഇങ്ങോട്ട് വരാൻ സമയമില്ലെങ്കിൽ ആരുടെങ്കിലും കൈവശം കൊടുത്തയച്ചാലും മതി. സർ, സോറി സർ, ആ പേഴ്സും ATM കാർഡും ഇവിടുന്ന് മിസ്സായി. വാട്ട്? അതെങ്ങനെ നഷ്ടപ്പെട്ടു? അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നല്ലേ? അത് ഇവിടെ ഉണ്ടായിരുന്നു സർ, ഇപ്പൊ അത് കാണുന്നില്ല. ഇവിടെ എല്ലാം നോക്കി, അത് എങ്ങനെയോ മിസ്സായി. മാഡം, നിങ്ങളത് പോലീസിനെ കബളിപ്പിക്കുകയാണോ? അവിടെ നിന്ന് പേഴ്സും ATM കാർഡും കിട്ടിയെന്ന് നിങ്ങൾ തന്നെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അതാരുടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് പറയുന്നു ആ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു. ഇതെന്താണ് മാം? എന്തോ നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്ന തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. സോറി സർ, അങ്ങനെ സംഭവിച്ചു പോയി. എനിക്ക് ഒരു റിപ്ലൈ തരാൻ കഴിയുന്നില്ല. മാം, മാമിന്റെ വാക്കും വിശ്വസിച്ച് ഞങ്ങൾ ഈ തൊണ്ടി മുതലിനായി അവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ ആരായനെ? അത് എങ്ങനെ മിസ്സായെന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല സർ. എന്നാ എനിക്ക് വ്യക്തതയുണ്ട്. നിങ്ങളുടെ ഹോസ്റ്റലിൽ ഏതോ പെണ്ണിനെ കാണാൻ ഏതോ ഒരുത്തൻ ഒളിച്ചു കയറി. കയറ്റിയവളെയും കയറിയവനെയും മാമിന് മനസ്സിലായിട്ടുമുണ്ട്. ഹോസ്റ്റലിന്റെ സൽപ്പേര് കളങ്കപ്പെടുമോ എന്ന് ഭയന്നിട്ട് മാം കളവ് പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. സർ, ഇവിടുത്തെ കുട്ടികളെ പറ്റി സാറിനെ പോലൊരു പോലീസ് ഓഫീസർ ഇത്തരം മോശമായ കഥകൾ പറയരുത്. പേഴ്സും ATM കാർഡും നഷ്ടപ്പെട്ടത് സത്യമാണ്. ആ റിയാലിറ്റി മനസ്സിലാക്കാതെ എന്റെ കുട്ടികളെ പറ്റി ഇങ്ങനെ പറയരുത്. മാം ഇതൊന്നും എന്നോട് പറയണ്ട. എനിക്കിതൊക്കെ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ദയവ് ചെയ്ത് നിസ്സാര കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് പോലീസിന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത് പ്ലീസ്. അത് പോയടോ, ഇനി അതിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. സാർ, ഞാനൊന്ന് പോയി അന്വേഷിച്ചാൽ. ഓ, അതിന്റെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പണിയുണ്ട്. ചെന്ന് ചെയ്യാൻ നോക്ക് പോ. സാർ, എന്നാലും ഞാൻ ഒന്നുകൂടി. താനേ ലേഡീസ് ഹോസ്റ്റലിന്റെ കാര്യം വിട്ടിട്ടെ ആ വൃത്തസ്ഥാനത്തിന്റെ കാര്യം ചെന്ന് അന്വേഷിക്കും. പോ. അന്വേഷിക്കാൻ മതി. ഈ ഭാഗത്തേക്കും അവൻ വന്നിട്ടില്ല. വാ നോക്കാം.